ആറ്റിങ്ങൽ വി മുരളീധരൻ പത്രികാ സമർപ്പണം നടത്തിയിരിക്കുന്നു. ജിബിനുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിബിൻ, വി മുരളീധരനൊപ്പം വി മുരളീധരൻ പ്രധാനപ്പെട്ട BJPയുടെ നേതാവാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. ഏതൊക്കെ നേതാക്കൾ പത്രികാ സമർപ്പണത്തിന് ഒപ്പം എത്തിയിരുന്നു? പ്രജീഷ്, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരനാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തി ഭരണാധികാരിക്ക് മുൻപിൽ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ഒക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചിരുന്നു. ഇദ്ദേഹം ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് പഴവങ്ങാടി ക്ഷേത്രത്തിലൊക്കെ തന്നെ പോയിരുന്നു. അവിടെ നിന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി. ഇതിനുശേഷം ഇദ്ദേഹം ഇവിടെ പ്രകടനമായാണ് കുടപ്പനക്കുന്നിലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് അദ്ദേഹം പത്രിക ഭരണാധികാരിക്ക് മുമ്പിൽ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം തിരിച്ച് മണ്ഡലത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ന് BJPയുടെ രണ്ടാം ഘട്ട അദ്ദേഹത്തിൻ്റെ പദയാത്രയൊക്കെ തന്നെ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇതിനുശേഷം അദ്ദേഹം അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. എന്തായിരുന്നാലും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ വി മുരളീധരൻ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന് ഇലക്ഷന് കെട്ടിവെക്കേണ്ട തുകയൊക്കെ തന്നെ സമർപ്പിക്കുന്നത് റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് നാട്ടിലേക്ക് എത്തിച്ച ഉക്രൈനിലെ വിദ്യാർത്ഥികൾ, അവരുടെ കൂട്ടായ്മയാണ് അദ്ദേഹത്തിന് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പണമൊക്കെ തന്നെ കെട്ടിവെക്കാനുള്ള തുകയൊക്കെ തന്നെ നൽകുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ അദ്ദേഹം ഭരണാധികാരിക്ക് മുമ്പിൽ ഈ പത്രികയൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ട പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരു 3 സെറ്റും കൂടി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം സമർപ്പിക്കും. എന്നാൽ ഈ പത്രിക സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനായിട്ട് ഉടൻ തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം തിരികെ മണ്ഡലത്തിലേക്ക് തന്നെയായിരിക്കും അദ്ദേഹം പോകുന്നത്. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് LDFിൻ്റെയും ഒപ്പം തന്നെ BJPയുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ, UDFിൻ്റെ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് രംഗം ഔദ്യോഗിക പരിവേഷത്തോടു കൂടി കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു.